നമസ്കാരം. യൂണീക്ക് ബിൽഡേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോസ്റ്റ് കമ്പാരിസൺ, ലോക്കൽ കോസ്റ്റ് കമ്പാരിസൺ എങ്ങനെയാണ് നമ്മളൊരു കാര്യം നമുക്കറിയാം. ഇപ്പം ഒരാൾ ഇപ്പം ഈ സ്ക്വയർ ഫീറ്റ് ബേസ് ചെയ്ത് കോസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഇപ്പം നിങ്ങളൊരു കോൺട്രാക്ടറിനെ വിളിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത്, സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. പലപ്പോഴും ഈ സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിംഗ് സിസ്റ്റം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിക്കും എഫക്റ്റീവ്ലി അത് നല്ല സിസ്റ്റമല്ല. കാര്യം ഈ സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ് കാൽക്കുലേഷനിലെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണെന്ന് വെച്ചോളൂ. അവിടെ ചിലപ്പോൾ ഒരു വീട്ടിൽ 2 ബാത്റൂം ആയിരിക്കും ഉള്ളത്, ചിലപ്പോൾ വേറൊരു വീട്ടിൽ 4 ബാത്റൂം ആയിരിക്കും ഉള്ളത്. അപ്പം ഈ സ്ക്വയർ ഫീറ്റ് ബേസ് ചെയ്ത് കാൽക്കുലേഷനിൽ ഇപ്പോൾ 2 ബാത്റൂം മാറുമ്പോൾ തന്നെ ആൾമോസ്റ്റ് 2-3 ലക്ഷം രൂപ അവിടെ മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോസ്റ്റ് ഈ സ്ക്വയർ ഫീറ്റ് ബേസ് ചെയ്ത് പറയുന്ന രീതി തന്നെ പലപ്പോഴും ഒരു എഫക്റ്റീവ് സംഭവമല്ല. ഇപ്പോൾ ഐറ്റമൈസ്ഡ് കോൺട്രാക്റ്റിനാണ് ഏറ്റവും നല്ല വാല്യൂ ഉള്ളത്. പക്ഷേ ഞാൻ അതിനകത്ത് ആ കോസ്റ്റ് പാർട്ടിലേക്കും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾ കോസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ കമ്പാരിസൺ വരുന്നത്, എങ്ങനെ കോസ്റ്റിനെ കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അടുത്ത വരുന്ന വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമ്പാരിസൺ നമ്മളിപ്പോൾ വീടിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ കാര്യം ആലോചിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ കാര്യം സിമൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്ന ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്ന ബ്രാൻഡുകളെന്ന് പറയുന്നത് അൾട്രാടെക്, അതുപോലെ ഗുജറാത്ത് അംബുജ, അങ്ങനെയുള്ള ഓൾ ഇന്ത്യ ലെവലിൽ പ്ലേ ചെയ്യുന്ന. ഇനി ഡൗൺ സൗത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊമനൻ്റ് ആയിട്ടുള്ള രാംകോ പോലുള്ള ബ്രാൻഡുകളുണ്ട്. പിന്നെ ഒപ്പം തന്നെ മറ്റ് ബ്രാൻഡുകൾ ഒരുപാടെണ്ണം ഉണ്ട്. ഒരുപാടിപ്പം ഡാൽമിയ ഉണ്ട്. അപ്പോൾ അതും ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്ന ബ്രാൻഡുകളാണ് പലതും. പക്ഷേ ഡോമിനേഷൻ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ഒരു ബ്രാൻഡിൻ്റെ ഡോമിനേഷൻ കൂടുതൽ വരുന്നത്. എന്നാലും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ പോകുന്ന കുറേ ബ്രാൻഡുകൾ സിമൻറ്റിലുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെന്നാലിപ്പം നമ്മളിപ്പം എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 23 ബ്രാൻഡുകൾ അവൈലബിളാണ്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് 6-7 ബ്രാൻഡുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ലൊക്കേഷൻ തിരിച്ച് അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ബ്രാൻഡാണ്, ഓൾ ഇന്ത്യ ലെവലിൽ ഈ ബ്രാൻഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതുപോലെ അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഗ്രേഡ്, ഏതൊക്കെ ടൈപ്പ് ഗ്രേഡ് വരുന്നുണ്ട്, അപ്പോൾ അവരുടെ മാർക്കറ്റ് രീതികൾ, മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് വിശദമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഏത് സിമൻറ്റ് ഉപയോഗിക്കണമെന്നോ, പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിൻ്റെ അഡ്വൈസ് നിങ്ങളെടുത്തിട്ട് ഏത് സിമൻറ്റാണ് കൂടുതൽ നല്ല ഗുണമായിട്ട് വരുന്നത്, പിന്നെ എഫക്റ്റീവായിട്ടുള്ള കാര്യം, എല്ലാം സിമൻറ്റ് ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഇപ്പം ബ്രാൻഡഡായി പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ പലതും വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് വേയിലുള്ള ഒരു ക്വാളിറ്റി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനകത്ത് ഏത് സെലക്ട് ചെയ്താലും ഒരുപോലെ വരുന്നു എന്നുള്ള അവസ്ഥ തന്നെ വരും. ഇനി അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കാര്യം എടുക്കുമ്പോൾ സ്റ്റീലിൽ നമ്മൾ പ്രൈമറി സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, സെക്കൻഡറി സ്റ്റീലുണ്ട്. ഇപ്പോൾ റീറോൾഡ് കമ്പികളെന്നൊക്കെ നമുക്കതിനെ പറയുന്ന പോലെ അല്ല, അതുപോലെ അല്ലാതെ തന്നെ ഈ പ്രൈമറിയും സെക്കൻഡറിയും ആയിട്ടുള്ള സ്റ്റീലുണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വൈശാഖ്, ടാറ്റ, ഇങ്ങനെയൊക്കെയുള്ള പ്രൈമറി ബ്രാൻഡുകളുണ്ട്. അതുപോലെ സ്റ്റീൽ പെല്ലറ്റ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ഓറിൽ നിന്ന് വരുന്നത് മാത്രമല്ല, ബാക്കി പെല്ലറ്റ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൈമറി ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. ഈ പ്രൈമറി ബ്രാൻഡുകളെ കൃത്യമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഒരു വിഭാഗമായിട്ട് വയ്ക്കുക. സെക്കൻഡറി ബ്രാൻഡുകൾ ഇത് രണ്ടും നമ്മുടെ പ്രൈസിങ്ങിൽ ചിലപ്പം നമ്മുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ വരുമ്പോൾ രണ്ടും നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ തീരുമാനിക്കുമ്പോൾ കോസ്റ്റ് വൈസ് നമുക്ക് കുറച്ച് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സെക്കൻഡറി ബ്രാൻഡുകളിലേക്ക് പോവാം. പക്ഷേ നമ്മളത് നല്ലൊരു എഞ്ചിനീയറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കോസ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ടൈൽസിൻ്റെ കാര്യം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബ്രാൻഡഡ് അല്ലാത്ത ടൈപ്പ് 35 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ നല്ല ടൈലുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പല കൊച്ചു ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന്
അറിയാം. ഒരു ടൈലിൻ്റെ ഒരു ഷോറൂമിൽ പോകുമ്പോഴായിരിക്കും അവർ പറയുന്നത് നല്ല ടൈലാണ്, ഇത് എടുത്തവർക്കില്ല. അപ്പം നമുക്ക് ആ ഇൻപുട്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒരു ബ്രാൻഡഡ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അത് 75 മുകളിലോട്ട്, ഇപ്പം കജേറിയ, ജോൺസൺ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ബ്രാൻഡുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു ബ്രാൻഡിനെയും വില കുറച്ച് കാണുന്ന രീതിയിലല്ല പറയുന്നത്. ഓരോ ബ്രാൻഡിനും ബ്രാൻഡിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കോസ്റ്റ്, നമ്മുടെ ഉദ്ദേശം നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ താഴേക്കുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ഇത്തരം ബ്രാൻഡുകളിലൊന്നും, ചില പ്രീമിയം ബ്രാൻഡുകളിലൊന്നും ടൈൽസിൽ പോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ടൈലെടുത്തിട്ട് ചില ആളുകൾ എനിക്കറിയാം, ചില 5 വർഷം തോറും ഫ്ലോറിങ് വീട്ടിൽ മാറ്റുന്ന ആൾക്കാരെ എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇത് കണ്ടുമടുത്തു, ശരി വീണ്ടും അടുത്തൊരു ടൈലിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. 5 വർഷത്തോറും ബാത്റൂമിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റവും മാറ്റുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സംഭവമായിട്ട് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ മെറ്റീരിയലിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലേബർ റേറ്റ്, ഡയറക്റ്റ് ലേബറും കോൺട്രാക്ടറിൻ്റെ ലേബറുമായിട്ട് വരുന്ന ഇപ്പോൾ ലേബർ, ഇപ്പോൾ ഒരാൾ നമ്മൾ വീടിന് ഡയറക്റ്റായിട്ട് ലേബറിനെ വച്ചിട്ടാണ് നമ്മൾ പണിയുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് ഓവർ ഹെഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കോൺട്രാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർക്ക് ഇതെല്ലാം ഒരു 10, 12, 15 പ്രോജക്റ്റുകൾക്ക് ഒരുമിച്ച് ചെയ്യുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനകത്തൊരു കൺട്രോൾ ഉണ്ടാവും ലേബറിന്. പക്ഷേ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ലേബറിനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിന്ന്, പഴയ കാലഘട്ടത്തിൽ എനിക്കറിയാം, പണ്ടത്തെ ആളുകൾക്ക് വീട് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പണിക്കാരെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇടയ്ക്ക് ഉച്ചയ്ക്കും ചായയും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ പണിയിപ്പിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ ആളുകൾക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു കോൺട്രാക്ടറിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വർക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺട്രാക്ടറും ഒരു സബ് കോൺട്രാക്ടറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേബറിന്. അപ്പോൾ ഡയറക്റ്റ് ലേബേഴ്സിനെ എല്ലാവരും വയ്ക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് വളരെ അപൂർവ സിറ്റുവേഷൻസേ ഉള്ളൂ. അല്ല, അപ്പോൾ ഈ സബ് കോൺട്രാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സബ് കോൺട്രാക്ടേഴ്സിൻ്റെ കൺട്രോളിലായിരിക്കും ഈ ലേബർ. അപ്പം സബ് കോൺട്രാക്ടറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റും പേയ്മെൻറ്റിൻ്റെയൊക്കെ രീതിക്കായിരിക്കും അനുസരിച്ചിട്ടായിരിക്കും അവിടെ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ കോസ്റ്റ് ഫാക്ടറിനെ എങ്ങനെ ആഡ് ചെയ്യും? കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറക്റ്റ് ലേബറിനെ നിർത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ഒരു അബദ്ധമാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റ് പല കാര്യങ്ങളും സിസ്റ്റമൈസ്ഡ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് അവിടെ കുറയും. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടും. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ആളിനെ നിർത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റിനൊരു കോസ്റ്റ് ഉണ്ട്, നമ്മുടെ ടൈമിനൊരു വാല്യൂ ഉണ്ട്. ഇതെല്ലാം അവിടെ ആഡപ്പ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡബിൾ ലോസാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഡയറക്റ്റായിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എല്ലാ ആളുകൾ പറയാറുണ്ട്, അപ്പം ഡിസൈൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി ഡയറക്റ്റായിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്, സാധനം ഇറക്കി സ്വന്തമായിട്ട് ആളിനെ വെച്ച്. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിലൊരു വലിയൊരു ഗുണകരമായ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഒരു ഓർഗനൈസ്ഡ്, ഇപ്പോൾ രാവിലെ 9 മണിക്ക് പണി തുടങ്ങുന്നവനാണ്, അല്ലെങ്കിൽ 8:30 പണി തുടങ്ങുന്നവനാണെങ്കിൽ ഒരു വൈകുന്നേരം 4:30 മണിയാകുമ്പോഴത്തേക്കും കാലെഴുകുന്ന ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഒരു കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ലേബർ ചിലപ്പോൾ 6 മണിയുടെ വർക്ക് ചെയ്യും. പിന്നെ അവനൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുത്തിട്ടായിരിക്കും ഈ ഇദ്ദേഹം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ലേബറിനെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ അവരുടെ ഒരു ക്രൈറ്റീരിയക്കല്ലോ, ലേബർ സൈക്കോളജി ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് പോകേണ്ടി വരും നമ്മൾ. അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസവും അവിടെ ഉണ്ട്. പിന്നെ വേറെ ചില കോസ്റ്റുകൾ നമ്മൾ ഒരിക്കലും കണക്കിലെടുക്കാത്തതായിട്ടുള്ള കുറേ കോസ്റ്റ്, ഈ വാട്ടർ, ഇലക്ട്രിസിറ്റി, ടൂളിൻ്റെ റെൻറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ, പിന്നെ സൈറ്റിലെ സെക്യൂരിറ്റി. അതായത് പലപ്പോഴും മോഷണം വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രോബ്ലമാണ് അത്. കാര്യം ഇത് റിമോട്ട് ഏരിയയിലൊക്കെയുള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി വയ്ക്കാതിരുന്നാൽ സാധനങ്ങൾ ഒരുപാട് പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അത്തരത്തിലൊക്കെ ഉള്ള അതെല്ലാം നമ്മൾ വേസ്റ്റേജായിട്ട് നമ്മളൊരിക്കലും എടുക്കാൻ, ഹിഡൻ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതൊക്കെ പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ ടേൺ കീ റേറ്റാണോ അല്ലെങ്കിൽ ഐറ്റം റേറ്റാണോ നമുക്ക് ഏറ്റവും നല്ലത്? ഇപ്പോൾ ടോട്ടലി ഇത്ര രൂപയ്ക്ക് ഈ വീട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ വർക്കിനനുസരിച്ചിട്ടൊരു ഐറ്റം ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ പോകാനാണ്? ഇപ്പോൾ പലർക്കും അതിന് പോകാനുള്ള മടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്ക്വയർ ഫീറ്റ് റേസിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടി പോകുമോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഐറ്റം ബേസ്ഡ്, അതുകൊണ്ട് വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഐറ്റം ബേസ്ഡ് കോൺട്രാക്റ്റിനാണ് ശരിക്കും ഒരു വാല്യൂ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഐറ്റത്തിൽ ഫിക്സ് ചെയ്യുന്ന റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിൽ കിട്ടുന്ന വാല്യൂ കൂടുതലാണ്. നിങ്ങൾക്ക് എന്താണോ അവിടെ പണിയുന്നതിനുള്ള കാശേ അവിടെ ആവുന്നുള്ളൂ. അതാണ് അതിനകത്തുള്ള സത്യം. പിന്നെ അതുപോലെ തന്നെ
ഇത് കേസ് ടു കേസാണ് ഓരോ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത്. ഈ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഒരു ഹാർഡ് ശരി എനിക്ക് 2500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ചെയ്യണം. അപ്പം അതിന് അപ്പം ഞാൻ പറയണ ആ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് സ്ക്വയർ ഫീറ്റ് 2500 ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ പറയാം ഒരുപാട് ബാക്ക് വർക്ക് നമ്മൾ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. വെറുതെ ജസ്റ്റ് ബ്ലണ്ടായിട്ട് പറയുമ്പോൾ അതിന് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യാം എന്ന് പറയണ പോലെ ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ ഒരു 1200 1900 ഇപ്പോൾ 2500 1900 ഇപ്പോഴത്തെ ഒരു കറണ്ട് റേറ്റിൻ്റെ ഒരു ബേസിറ്റ് ഞാൻ പറയുകയാണ്. ഞാനൊക്കെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന കാലത്ത് അന്ന് എനിക്ക് തോന്നുന്നു 2001 2002 സമയങ്ങളിലൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ലേബർ 500 രൂപയിലാണ് തുടങ്ങിക്കൊണ്ടിരുന്നത്. അതായത് 500 450. അപ്പോൾ അന്ന് ഈ 500-ൽ വർക്കെടുക്കുന്ന ചില ആളുകളാണ് ഏറ്റവും പ്രീമിയമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊക്കെ അങ്ങനെ വന്ന സിസ്റ്റം. അപ്പോൾ ഈ 500 എടുക്കുന്നത് വളരെ പ്രീമിയമായി നിൽക്കുമ്പോൾ ബാക്കി അവിടെ അപ്പോഴും 350-നും 300-നും 400-നും ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പം അതുപോലെ എപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ ആ 500 2001-ൽ നിന്ന് 2025-ലേക്ക് എത്തുമ്പോൾ ആ 500 എന്ന് പറയുന്നത് 2500 ആയി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം 5 മടങ്ങ് കോസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ വന്നു എന്നുള്ളതാണ്. അത് ഒറ്റ ഫാക്ടറിയിൽ വരുന്നതല്ല, എല്ലാ ഐറ്റങ്ങളിലും മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ കോവിഡിന് ശേഷം വലിയൊരു ഇതിൽ കൺസ്ട്രക്ഷൻ കുറച്ച് ബൂം ചെയ്തൊരു കാലഘട്ടം ഉണ്ട്. അതിനുശേഷം മെറ്റീരിയൽ കോസ്റ്റ് വളരെ ഹൈ ആയിട്ട് വന്നു. അതായത് കോറി മെറ്റീരിയൽസിൻ്റെ കോസ്റ്റുകൾ കൂടി. ഒപ്പം തന്നെ ഗ്ലാസ് പോലുള്ള ഐറ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഇതെല്ലാം ഭീകരമായ ഒരു റൈസ് ഉണ്ടായി. അത് ഈ പലരും സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും റൈസ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. മറ്റ് കാര്യങ്ങളുടെ റൈസ് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും. അപ്പം ഇത്രയൊക്കെയാണ് പ്രിലിമിനറി ആയിട്ട് നമുക്കൊരു റേറ്റ് കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു കമ്പാരിസണിൻ്റെ പോയിന്റിൽ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾക്ക് കാണാം. അപ്പം ഇതൊരു പ്രിലിമിനറി നോളേജ് നിങ്ങൾ അക്യൂർ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു വീടിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.